അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിന്റെ വരവോടുകൂടി റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ മുമ്പെങ്ങുമില്ലാത്തത്ര പ്രതിസന്ധിയിലൂടെയാണ് യൂറോപ്പ് കടന്നുപോകുന്നത്. ഇത് കൂടുതലും ബാധിച്ചിരിക്കുന്നതാകട്ടെ യുക്രൈനും. ഇത്രനാളും കൂടെ കൊണ്ടു നടന്ന യുക്രൈനോ പ്രസിഡന്റ് സെലൻസ്കിക്കോ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. കാരണം യുക്രൈന്റെ വടക്കുകിഴക്കൻ സുമി മേഖലയിലേക്ക് 2022 ശേഷമുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണ് റഷ്യൻ സൈന്യം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതും അമേരിക്കയുടെ പിന്തുണയോടെ. 3 വർഷത്തിനിടെ അമേരിക്കയും റഷ്യയും തമ്മിൽ നടന്ന ആദ്യ ഉന്നതതല ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ മുന്നേറ്റം റഷ്യ നടത്തിയിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മാധ്യമപ്രവർത്തകരുമായി യുദ്ധകളത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് വിവരിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് ഈ കാര്യവും വെളിപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യൻ സൈന്യം ഇപ്പോൾ യുക്രൈനിലെ കൂടുതൽ പുതിയ പ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 810ാമത് നേവൽ ഇൻഫൻട്രി ബ്രിഗേഡിലെ സൈനികർ റഷ്യൻ ഫെഡറേഷനും യുക്രൈനും ഇടയിലുള്ള അതിർത്തി കടന്ന് യുക്രൈൻ പ്രദേശത്ത് നിലയുറപ്പിച്ചതായി പുടിൻ പറഞ്ഞു. യുക്രൈനിലെ മുൻനിരയിലെ എല്ലാ മേഖലകളും ഇപ്പോൾ റഷ്യൻ സൈന്യത്തിന്റെ അധീനതയിലാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം യുക്രൈനിലെ സുമി മേഖലയിൽ അവരുടെ സൈനികശേഷി പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്കാൻഡർ ബാലിസ്റ്റിക് മിസൈൽ യുക്രൈനിയൻ പീരങ്കി സംവിധാനങ്ങൾ ആക്രമിക്കുന്നതും ശത്രുവിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ കാമിക്കേസ് ഡ്രോണുകൾ ഉപയോഗിക്കുന്ന റഷ്യൻ നാവിക കാലാൾപ്പടയും വീഡിയോകളിൽ കാണാം. 2022 ഫെബ്രുവരിയിൽ സംഘർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിലാണ് റഷ്യ യുക്രൈനിലെ സുമി മേഖല ആദ്യമായി ആക്രമിക്കുന്നത്. 2 മാസത്തിനു ശേഷം പിൻവാങ്ങുകയും ചെയ്തു. 2024 ഓഗസ്റ്റിൽ റഷ്യയുടെ കുർസ്ക് മേഖല ആക്രമിക്കാനും നിരവധി അതിർത്തി ഗ്രാമങ്ങളും സുറ്റ്ഷ പട്ടണവും പിടിച്ചെടുക്കാനും യുക്രൈൻ ഈ പ്രദേശത്തെ ഉപയോഗപ്പെടുത്തി. സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ ഈ അതിർത്തി പ്രദേശങ്ങളിലൂടെ റഷ്യയിലേക്ക് കടന്നുകയറാൻ തങ്ങളുടെ സൈന്യം പദ്ധതിയിട്ടിരുന്നതായി യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുക്രൈനിൽ നിന്ന് സെർലിക്കോവോ ഗ്രാമം റഷ്യൻ സൈന്യം മോചിപ്പിച്ചതായി വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട്. കൂടാതെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും നേതൃത്വത്തിലുള്ള സംഘം റിയാദിൽ കഴിഞ്ഞ ദിവസം യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. എന്നാൽ 2022 ബൈഡൻ ഭരണകൂടം റഷ്യയുമായി നിർത്തിവെച്ച ഉഭയകക്ഷി ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിനായി പ്രവർത്തിക്കാമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതേസമയം അമേരിക്ക യുക്രൈന് നൽകിയ പാട്രിയറ്റ് വ്യോമപ്രതിരോധ മിസൈലുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് സെലൻസ്കി വെളിപ്പെടുത്തി. യുക്രൈൻ ധാതുസമ്പത്ത് ഉപയോഗിച്ച് അമേരിക്ക നൽകിയ $100 ബില്യൺ സഹായം യുക്രൈൻ എത്രയും വേഗം തിരിച്ചടക്കണമെന്നും സംഘർഷം രൂക്ഷമാകുന്നത് ലഘൂകരിക്കണമെന്നും ട്രംപിന്റെ ഭരണകൂടം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സെലൻസ്കി പുതിയ പ്രതിസന്ധി വെളിപ്പെടുത്തിയത്. അതേസമയം യുക്രൈനിലേക്ക് മിസൈലുകളുടെ നേരിട്ടുള്ള വിതരണം സാധ്യമല്ലെങ്കിൽ സ്വന്തമായി പാട്രിയറ്റ്സിനെ നിർമ്മിക്കാനുള്ള ലൈസൻസ് യുക്രൈൻ തേടിയിട്ടുണ്ടെന്നും വെടിക്കോപ്പുകളുടെ ക്ഷാമത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു. തങ്ങളുടെ വ്യോമപ്രതിരോധ മിസൈൽ സ്റ്റോക്കുകൾ തീർന്നുപോയതായി പ്രതിരോധ ഉദ്യോഗസ്ഥരാണ് അറിയിച്ചതെന്ന് സെലൻസ്കി വെളിപ്പെടുത്തുന്നു. യുക്രൈനിലേക്ക് സൈന്യത്തെ വിന്യസിക്കാൻ അമേരിക്ക വിമുഖത കാണിക്കുന്നതിനാൽ സെലൻസ്കി 20 പാട്രിയറ്റ് വ്യോമപ്രതിരോധ ബാറ്ററികൾ കൂടി ആവശ്യപ്പെട്ടു. യുക്രൈനിന്റെ ധാതുസമ്പത്ത് അമേരിക്കയ്ക്ക് ലഭ്യമാക്കുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അമേരിക്കൻ പ്രതിനിധികൾ അവതരിപ്പിച്ച രേഖയിൽ സുരക്ഷാ ഗ്യാരണ്ടികളെക്കുറിച്ച് ഒരു വാക്കുമില്ല എന്ന് സെലൻസ്കി മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ യുക്രൈന്റെ മാത്രമല്ല, സെലൻസ്കിയുടെ സമയവും അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. റിയാദിൽ നടന്ന അമേരിക്ക റഷ്യ ഉന്നതതല ചർച്ചകൾക്ക് എന്നത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ഉന്നതതല ചർച്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് വിശദാംശങ്ങൾ പങ്കുവച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ സെലൻസ്കിയോടുള്ള ആ അതൃപ്തിയും വ്യക്തമായിരുന്നു. വർഷങ്ങളായുള്ള സംഘർഷം സ്വന്തമായി അവസാനിപ്പിക്കാനുള്ള അവസരങ്ങൾ യുക്രൈൻ പാഴാക്കിയിരിക്കുകയാണെന്നും ട്രംപ് സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ സെലൻസ്കിയുടെ ദുർവാശിയില്ലായിരുന്നുവെങ്കിൽ റഷ്യ യുക്രൈൻ സംഘർഷം വളരെ പണ്ടേ അവസാനിപ്പിക്കുമായിരുന്നുവെന്നാണ് ട്രംപിന്റെ പരാമർശങ്ങളിലുടനീളം ഉണ്ടായിരുന്നത്. യോഗാനന്തരം യുദ്ധത്തിൽ റഷ്യ തന്നെയാണ് വിജയിയായി ഉയർന്നു വന്നതെന്നാണ് യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞൻ കാജ കല്ലാസ് അവകാശപ്പെട്ടതും. ചർച്ചയിൽ കസേര കിട്ടാത്തതിലുള്ള അതൃപ്തി യൂറോപ്യൻ ശക്തികൾ പ്രകടമാക്കുന്നതിനിടയിലാണ് കാജ കല്ലാസിന്റെ ഈ തുറന്നുപറച്ചിൽ. യൂറോപ്പിനെ യോഗത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അമേരിക്കക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന ആരുമായും കൂടിക്കാഴ്ച നടത്താമെന്നാണ് അവർ ഉത്തരം നൽകിയത്. യുക്രൈനിനായി കുറഞ്ഞത് $6.2 ബില്യൺ സൈനിക സഹായ പാക്കേജ് യൂറോപ്യൻ യൂണിയൻ തയ്യാറാക്കുന്നുണ്ടെന്നാണ് നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത്. പാക്കേജിൽ 1.5 ദശലക്ഷം പീരങ്കി ഷെല്ലുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2022 സംഘർഷം രൂക്ഷമായതിനു ശേഷം ബ്ലോക്കിന്റെ ഏറ്റവും വലിയ സൈനിക സഹായ പ്രതിബന്ധകളിൽ ഒന്നാണിത്. റഷ്യക്കെതിരായ 16ാമത് ഉപരോധ പാക്കേജിന് യൂറോപ്യൻ യൂണിയൻ സമ്മതിച്ചതായി
പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നടപടികൾക്ക് ഇപ്പോഴും അന്തിമ രൂപമായിട്ടില്ല. എന്നാൽ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാർ അടുത്ത ആഴ്ച അവ അംഗീകരിക്കുമെന്നാണ് കാജ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധ കയറ്റുമതിക്കെതിരെ റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവർ സംഘർഷം നീട്ടിക്കൊണ്ടുപോകുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും റഷ്യ നാറ്റോ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. യുക്രൈനുള്ള സൈനിക സാമ്പത്തിക പിന്തുണ നിർത്തലാക്കി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയന് സംഭാവന നൽകാൻ കഴിയുമെന്ന് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഗ്രുഷ്കോ അഭിപ്രായപ്പെട്ടു. അതിനിടെ തനിക്ക് ജനപ്രീതി കുറയുന്നുവെന്ന ട്രംപിന്റെ വാദത്തെ തള്ളുകയാണ് സെലൻസ്കി. ഭൂരിഭാഗം യുക്രൈനിയക്കാരും തന്റെ നേതൃത്വത്തെ വിശ്വസിക്കുന്നുവെന്നാണ് സെലൻസ്കി അവകാശപ്പെടുന്നത്. സെലൻസ്കിയുടെ അംഗീകാര റേറ്റിംഗ് 4% ആണെന്ന ട്രംപിന്റെ വാദത്തിനെതിരെ ട്രംപ് ഒരു തെറ്റായ വിവരമേഖലയിലാണ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ അംഗീകാര റേറ്റിംഗ് ഏകദേശം 57% ആണെന്ന് കാണിക്കുന്ന യുക്രൈൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി അടുത്തിടെ നടത്തിയ ഒരു വോട്ടെടുപ്പിന്റെ ഫലങ്ങളെ സെലൻസ്കി ചൂണ്ടിക്കാട്ടുകയുണ്ടായി.